വെൽക്കം ടു ഇൻട്രോവേർട്ടഡ് ഫിലിമി ക്രൂ. കറക്റ്റായിട്ട് പറ. IFC ഇൻട്രോവേർട്ടഡ് ഫിലിമി ക്രൂ. ആ കറക്റ്റായി കേട്ടോ. അപ്പോൾ ഇന്ന് തങ്കലാൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതെ. ഇന്ന് കുറച്ചധികം പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 2 പടം കണ്ടു. അതിൽ ഫസ്റ്റ് പടം തങ്കലാൻ. എങ്ങനെ ഉണ്ടായിരുന്നു? തങ്കലാൻ കുറച്ച് മിക്സ്ഡ് ആയിരുന്നു ഫീലിംഗ്. കാരണം എങ്ങനെ ആദ്യം പോസിറ്റീവ്സ് പറയാമല്ലേ? പറഞ്ഞു. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ അതിൻ്റെ സെറ്റിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ചില ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് എനിക്ക് നല്ല ഗംഭീര ഒരു പടം ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടോ അത് പുറത്ത് വരാത്ത പോലെ തോന്നിയായിരുന്നു. ഇങ്ങനെ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് അവസാനം വരെ ഞാൻ കാത്തിരുന്നു, പക്ഷേ എത്തിയില്ല. എനിക്ക് തുടക്കം മുതൽ ഇങ്ങനെ ഈ പരിപാടി കൊള്ളാം, ഇത് നല്ലൊരു സിനിമയിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ളൊരു ലൈൻ നമ്മൾ ഇരിക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് തന്നെ ഭയങ്കര ടൈം എടുത്തൊരു ഫീലാണ്. നമ്മൾ ടയേർഡായി. അതായത് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പം ഇടയ്ക്ക് ഞാനൊന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നത് കാരണം ഞാൻ വിചാരിച്ചു ഇൻ്റർവെൽ ആയിട്ടുണ്ടോ, ഇത് സെക്കൻഡ് ഹാഫ് ആണോ ഓടുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അത്രയും ലെങ്ത് ഫസ്റ്റ് ഹാഫിന് പോയത് പോലെ. അതെ പിന്നെ തുടങ്ങും. ഒരുപാട് ടൈം അവിടെ എടുത്ത പോലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് 2 പടം കണ്ടൊരു ഫീൽ, അതാണ് കിട്ടിയത്. പക്ഷേ അതായത് പടം ഭയങ്കര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ എഡിറ്റ് വൈസ് ഭയങ്കര സ്പീഡുള്ള പടമാണ്. സീൻസ് ഒക്കെ ഒരു മൊണ്ടാഷ് പോലെ ഇങ്ങനെ ഒരുപാട് കാര്യം നടക്കും പടത്തിൽ. ഫസ്റ്റ് ഹാഫിൽ തന്നെ എന്തോരം സംഭവം നടക്കുന്നുണ്ടെന്ന് നോക്കി. ഈ കോളർ ഗോൾഡ് ഫീൽഡ് നടക്കുമ്പോൾ KGF പോലെ കട്ട് ചെയ്ത് നോക്കണമല്ലോ. KGF ഒന്നും വിചാരിച്ചില്ലല്ലോ കേട്ടോ. ഇത് പക്ഷേ ഇതൊരിക്കലും ഒരു സ്ലോ പേസ്ഡ് പടമല്ല. പടത്തിന് നല്ല സ്പീഡുണ്ട്. പക്ഷേ പ്രശ്നം ഈ പടം ഒരുപാട് നേരം മീൻസ് ഒരുപാടുണ്ട് പടത്തിൽ. അതായത് പറയാൻ ഉദ്ദേശിച്ച കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ്. അതായത് പാരഞ്ജിത്ത് സിനിമകളിൽ പൊതുവെ ജാതീയത, ഒരു പൊളിറ്റിക്സ് പറയാനുണ്ട്. പുള്ളിയുടെ ഒരു പൊളിറ്റിക്സ് എല്ലാ പടത്തിലുള്ള വളരെ ഡയറക്റ്റായി പുള്ളി പറഞ്ഞു കഴിഞ്ഞു. പിന്നെയും പടത്തിലൂടെ അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്, പുള്ളി സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ അത് അത്ര എഫക്റ്റീവായിട്ടല്ല ഇതിനകത്ത് പറഞ്ഞു തോന്നിയിട്ടുണ്ട്. പക്ഷെ ചെയ്യാൻ ഫാൻസിന് പടം ഒരു ട്രീറ്റ് ആയിരിക്കും. കാരണം അവർക്ക് പുള്ളിയുടെ പെർഫോമൻസ് കാണാൻ വന്നിരിക്കുന്നവർക്ക് അത് ചെയ്യാന്ന് മാത്രമല്ല, എനിക്ക് പെർഫോമൻസ് ഭയങ്കര ടോപ്പായിരുന്നു. അത് ചെയ്യാൻ്റെ ആണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് എങ്ങനെ ഭയങ്കര പാടാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ. ചെറിയ പണിയൊന്നും അല്ല പുള്ളി പെട്ടിരിക്കുന്നത്, നല്ല പണിയെടുത്തിട്ടുണ്ട്. പുള്ളി മാത്രമല്ല, ഇപ്പോൾ ടെക്നീഷ്യന്മാരായാലും അതിലുള്ള ആക്ടേഴ്സ് ആയാലും എല്ലാവരും നല്ല രീതിയിൽ പണിയെടുത്തു. ഭയങ്കര രസമായിരുന്നു. ചില സീൻസ് ഭയങ്കര, ഈ സീൻ നല്ല സീനാണ്, പക്ഷെ അതിൻ്റെ ചുറ്റും കുറച്ച് എന്താ പറയുക, ആവശ്യമില്ലാത്ത കുറച്ച് സംഭവങ്ങളുള്ളതുപോലെ ഫീൽ ചെയ്തായിരുന്നു. അത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം, സ്പോയിലർ ഇല്ലാത്തതുകൊണ്ട്. ഒരു സീൻ നല്ലതാകുമ്പോഴത്തേക്ക് ഇത് കൊള്ളാം, ഇത് വളരെ നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് അത്ര റെലവൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ അത്ര നന്നായിട്ട് എഴുതിയിട്ടില്ലാത്തൊരു സീനുകളും എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്തോ കൺഫ്യൂസിങ് ആയിട്ട് പോലെ എനിക്ക് കുറച്ചൊരു എന്താ പറയുക, അതെ അത് തന്നെ. ഫസ്റ്റ് ഹാഫിൽ നമ്മളിങ്ങനെ നോക്കും ഈ പടം എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാകത്തില്ല. ഇതിങ്ങനെ സഞ്ചരിക്കും. നമ്മൾ ഈ പടത്തിൻ്റെ ഇൻ്റർവെൽ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ സെർച്ച് ചെയ്യണം ഇത് ഈ പടത്തിൻ്റെ ഇൻ്റർവെൽ പോയിന്റ് എവിടെയായിരിക്കും. ഒരു സിനിമ കണ്ട ഫീൽ, അതായത് പടത്തിൻ്റെ ക്ലൈമാക്സ് പോലെ ഒരു വലിയ സീക്വൻസിലാണ് ഈ ഇൻ്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു സംഭവം നടന്നത്. നമ്മൾ വിചാരിക്കും ഓക്കെ ഇതെന്താണ് ഇങ്ങനെ, കാരണം ഇത് അവിടെ നിന്ന് ഇനി അങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ കുറച്ചുകൂടെ ലീനർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ പോയി ഒരുപാട് കാര്യങ്ങൾ എല്ലാം ചേഞ്ച് ആവും. അതായത് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന പോലെ അല്ല, കുറച്ചുകൂടെ നോർമൽ സിനിമയിലെ അവർക്ക് ഈ എവിടെ കൊണ്ട് ഈ മിഡ് പോയിന്റ് വെക്കണം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഫസ്റ്റ് ഹാഫിൽ നടന്ന എല്ലാ സാധനവും കുറച്ച് ഫാസ്റ്റിൽ എഡിറ്റ് ചെയ്ത് ഒരു മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ ടൈം ഷിഫ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ആക്ടിങ് നടക്കുന്നുണ്ടല്ലോ. അത് ഭയങ്കര, അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. ഇതെന്താ ഇത് ഉദ്ദേശിക്കുന്നത്? പടം മൊത്തം കണ്ട് തീർന്നപ്പോഴും എനിക്കിങ്ങനെ പിന്നീട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എവിടെയോ എന്തോ സാധനം എനിക്ക് കുറച്ച് കിട്ടാതെ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒരു തവണ കൂടെ കാണണമെന്നുണ്ട്, പക്ഷേ ഒരു തവണ കൂടെ കാണുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. ഇതിന്റെ ഭാഷ കുറച്ച് എല്ലാവർക്കും കുറച്ച് തമിഴിന്റെ യൂസേജും അതിന്റെ അവർ സംസാരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഒതന്റിക് ആയിട്ട് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ ഭയങ്കര അത് എനിക്ക് തോന്നുന്നു. പശുപതി പറയുന്ന ഡയലോഗ് ഭയങ്കരമായിട്ട് തിരിയുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചു ഒരുപാട് കാലം ഒതന്റിക് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റ് അങ്ങനെ നമ്മൾക്ക് ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് ഫ്ലോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ഇടിച്ച്
എന്തോ ഒരു കുഴപ്പം അവിടെ ഫീൽ ചെയ്യും. പിന്നെ പ്രധാന പ്രശ്നമായിരുന്നു VFX. അതായത് നമുക്ക് ഒരു നല്ല സീനാണ്, ആ സീൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പാമ്പ് വരും. അപ്പോൾ ഈ പാമ്പിന്റെ VFX പാമ്പ് മാത്രമല്ല, അത് പാമ്പ് വരും, ഒരു വലിയ സീനാണ്. അതായത് അവിടെ ഇടയ്ക്ക് കണ്ടുപോകുന്ന പോലല്ല, ഒരു വലിയ സീനാ. നമുക്ക് മറ്റേ ലിയോയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള എന്തായിരുന്നു ഹൈനയുടെ സീൻ പോലെ, പക്ഷേ ഹൈനയുടെ VFXന്റെ അത്രയും എത്തിയിട്ടില്ലാത്ത കുറെ സീൻസ് ഉണ്ട്. അതുപോലെ സീൻസ് ഉണ്ട്. എടുത്തു പറയാനുള്ള കാര്യം പിന്നെ മ്യൂസിക് അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ കണ്ട തിയേറ്ററിൽ സൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു എന്ന് സംശയമുണ്ട്. ചെവിയൊക്കെ പൊത്തിയിട്ടില്ല നിങ്ങൾ. ഓവർ വർക്ക്ഡ് ആണ്, അതായത് ഒരു ഗ്യാപ്പ് ഇല്ല. ഇങ്ങനെ എല്ലാ മ്യൂസിക്കാണ്. ഇവരൊക്കെ ഭയങ്കര ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുക, ഒച്ച വെക്കുക, ഒച്ചത്തിൽ കരയുക, എല്ലാം ഒച്ചയിലായതുകൊണ്ട് മ്യൂസിക് ഒച്ചയിലാണ്. തിയേറ്ററിൽ ഞാൻ ചെയ്തു തിയേറ്ററിലെ സൗണ്ടിൽ കുറച്ച് കൂടുതൽ, തിയേറ്ററിൽ സൗണ്ട് കൂടുതലായിരിക്കണം. മേ ബി അതുകൊണ്ടായിരിക്കും. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കും ഇവർ ഈ സിനിമ കുറച്ച് ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകൾ, ഇപ്പോൾ KGF കണ്ടാൽ തന്നെ ഭയങ്കര പിന്നെ ഈ ഓളി എപ്പോഴും ഭയങ്കര പീക്കിലായിരിക്കും. അപ്പോൾ അതേപോലൊരു ഫീല് ത്രൂ ഔട്ട്, അതായത് ഈ പടം ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് പോകുന്നില്ല എന്നുള്ളൊരു, അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു. ഫുള്ളി ഈ BGM ആ മ്യൂസിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മ്യൂസിക് കൊള്ളാം, നല്ല മ്യൂസിക്കാണ്, തിയേറ്ററിൽ കാണാൻ നല്ല. അല്ല, അത് ആ മ്യൂസിക്കിന് ഒരു ചെറിയ പവർ ഉണ്ട്, നമുക്ക് ശരിക്കും പടം കണ്ടോണ്ട്. പിന്നെ ഇംഗ്ലീഷ് ആക്ടേഴ്സിനെ പൊതുവെ നമ്മുടെ സിനിമകളിൽ കുറച്ച് മോശമായിരുന്നു. മെയിൻ ക്യാരക്ടർ കൊള്ളായിരുന്നു, പക്ഷെ പുള്ളിയുടെ കൂടെ ഒരു ക്യാരക്ടർ, പുള്ളിയുടെ ഡയലോഗ് റൈറ്റിംഗ് ആയാലും ചില സമയത്ത് ഞാൻ ചിരിച്ചുപോയി. പുള്ളിയുടെ ഡയലോഗ് റൈറ്റിംഗ് ആയാലും പുള്ളിയുടെ അതിന്റെ പ്രസന്റേഷൻ ആയാലും പുള്ളി അത്ര നല്ല, അത്ര മെയിൻ ആക്ടറെ അല്ല ചൂസ് ചെയ്തത്. മറ്റേ ഇംഗ്ലീഷുകാരെ അങ്ങനെ കുറെ സാധനം. നോൺ സ്പോയിലർ റിവ്യൂ ആയിരുന്നെങ്കിൽ കുറച്ചധികം സംസാരിക്കാനുള്ള എലമെന്റ്സ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽ ഓവറോൾ നമ്മൾ നോക്കുമ്പം ഒരു ഇച്ചിരി ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. കാരണം ഞാൻ ഈ വർഷം ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന സിനിമകളിൽ ഒന്നായിരുന്നു തങ്ങളെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഡിസപ്പോയിന്റഡ് ആണ്. എന്നാലും കുറച്ച് പാരഞ്ജിത്ത് എലമെന്റ്സ് ഉണ്ട്, എലമെന്റ്സ് ഉണ്ട്, പിന്നെ പാർവതി എലമെന്റ്സ് ഉണ്ട്. പാർവതി ഭയങ്കര രസമായിട്ട് ചെയ്തേക്കുന്നത് അല്ലേ. ഇവരുടെ രണ്ടൊരു സീനുണ്ട്, ഇവര് ആ പുള്ളി പോകുന്നതിന് തൊട്ട് മുമ്പ് സീനുണ്ട്, അത് ഭയങ്കര രസമായിരുന്നു. അത് ഞാൻ കണ്ടപ്പോൾ ആലോചിച്ചു, അത് ഭയങ്കര രസമായിട്ട് ആക്ടിംഗ് വൈസ്. അപ്പൊ അങ്ങനത്തെ സീനുകൾ, പാർവതിയുടെ സീനുകളെല്ലാം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സീനുകൾ കുറവാണ്. അപ്പൊ ആ സീനൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ്. അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള സീൻസ് കുറവാണ്. നമ്മളിപ്പോൾ അത് തന്നെ ദൂരെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വലിഞ്ഞിട്ട് പിന്നെ ഒരു നല്ല സീൻ, പിന്നെയും കുറച്ചിങ്ങനെ ഈ വലിവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലാഗ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ബേസിക്കലി പടത്തിന്റെ ഫ്ലോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പറയാനൊന്നുമില്ല. ഒരേ ഇൻഫർമേഷൻ തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് അവരിങ്ങനെ സസ്റ്റെയിൻ ചെയ്യണം ഇൻഫർമേഷൻ. സിനിമ മുമ്പോട്ട് പോകാത്ത ഒരു ഫീല് അത് എനിക്ക് പേഴ്സണലി തോന്നിയത് ഫസ്റ്റ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് ടൈം കുറവാണ്, അതുകൊണ്ടായിരിക്കണം തോന്നുന്നു. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിന് അറൗണ്ട് 1.5 മണിക്കൂറിന് അടുത്തുണ്ട്. സെക്കൻഡ് ഹാഫിന് അത്രയും ടൈമില്ല. സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോ 10 മിനിറ്റ് അത്രയും കണ്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫ് കുറച്ച് സ്പീഡിൽ പോയൊരു ഫീല് തോന്നും. പടത്തിന് മൊത്തത്തിൽ സ്പീഡുണ്ട്. പടം ഇത്രയും ഡ്യൂറേഷൻ ഉണ്ടെങ്കിലും വലിയതായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിന് ബേസ് ചെയ്തേക്കുന്ന കഥയ്ക്കകത്ത് ഇനിയും ഡീറ്റെയിൽഡ് എലമെന്റ്സ് ഉണ്ട്, ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയ എലമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് പടത്തിനകത്തൊന്നും അതെ, ആ ലാസ്റ്റ് പോയിന്റിൽ വരുന്ന ആ ഒരു റിവീലൊക്കെ ഉണ്ട്. അത് വന്നപ്പോൾ ഞാനത് പെട്ടെന്ന് അത് ഭയങ്കര ക്വിക്കായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ട് പ്രസന്റ് ചെയ്യണം. അത് എന്താണെന്നുള്ളത് തിയേറ്ററിൽ സിനിമ കാണാൻ മനസ്സിലാക്കാം. എനിക്കൊന്ന് ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ഇത് ഇത്രയും നേരം കണ്ടിരിക്കാം. ഞാൻ വിചാരിച്ചു 3 മണിക്കൂർ സിനിമയാണ്, കണ്ടിറങ്ങുമ്പോൾ 2.5 മണിക്കൂറായിരുന്നു. ഒരു തവണ തിയേറ്ററിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റിയ പടമാണ്, കാണാൻ പറ്റുന്ന പടമാണ്. അത് തിയേറ്ററിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു തിയേറ്റർ ആണെങ്കിൽ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ക്യാമറമാൻ കിഷോർ കുമാർ, അവരെ കുറിച്ച് വെൽ മെയ്ഡ് ആണ്. ഇതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിലും അതിന്റെ ചില ഏരിയാസിലെ പ്രസന്റേഷൻ, അതിന്റെ സ്റ്റേജിങ് ഒക്കെ എങ്ങനെയാണ് ആളുകളെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ചില ഫൈറ്റ് സീൻസിലൊക്കെ ഫൈറ്റ് സീൻസ് ഭയങ്കര ക്ലംസിയാണ്. ഇത് എന്താ നടക്കുന്നത് നമുക്കിങ്ങനെ ഒരു ഇടയ്ക്ക് വ്യക്തത കൊടുക്കാതാണ് അവർ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സംഭവം. കട്ട് ചെയ്ത് മാത്രമല്ല, ഇങ്ങനെ ക്യാമറ ഇപ്പൊ സൈഡിൽ നിന്ന്, അപ്പം ഒരാൾ വീശുക, അയാൾ അവിടം വരെ വീശുന്നില്ലെന്ന് നമ്മൾ സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ കാണാൻ പറ്റും. അതെ, അതായത് മറ്റേ ഇടിക്കുന്നതും അടിക്കുന്നതൊക്കെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് എഡിറ്റ് വെച്ചിരിക്കുന്ന അത്ര എഫക്റ്റീവ് ആയിട്ടല്ല നമുക്ക് കാണുമ്പോൾ. ഓക്കെ, ഈ ഫൈറ്റ് പെട്ടെന്ന് ഓടിച്ചു വിട്ടിട്ട് വരുന്നത് ആരാണ് ചെയ്യുന്നത് അത് കുറെ വൈഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയത്തില്ല, കുറെ നേരം കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാകുന്നത്. ആ ഏരിയാസ് ഒക്കെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷനും ബഹളവും ഒക്കെ ഉണ്ട്. എന്നാലും ഇത് വർക്കാവുന്നത് ഇതിന്റെ ഇന്റിമേറ്റ് മറ്റേ കുറച്ച് ഡ്രാമ സീക്വൻസിലൊക്കെയാണ്. അപ്പോൾ വാച്ച് തങ്കളൻ in theaters only. അങ്ങനെ പറയാമല്ലോ.